നമസ്കാരം, വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. RRB ALPയുടെ 2025 വേക്കൻസി കുറവാണെന്ന് തോന്നുന്നുണ്ട്. അതായത് 9970 വേക്കൻസി മാത്രമേ വന്നിട്ടുള്ളൂ. ഇത് കുറവായി പോയോ? എന്താണ് ഇതിന്റെ സത്യാവസ്ഥ? മക്കളെ, ഇത് കുറവല്ല. എന്താണ് സത്യാവസ്ഥ എന്നുള്ളത് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എല്ലാവർക്കും ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം. അതായത് RRB ALPയുടെ കഴിഞ്ഞ വർഷത്തെ നോട്ടിഫിക്കേഷൻ, അതായത് 1/2024 എന്ന നോട്ടിഫിക്കേഷൻ പ്രകാരം 5696 വേക്കൻസി മാത്രമാണ് ആദ്യം റിപ്പോർട്ടായത്. ഓക്കെ, 5696 വേക്കൻസി മാത്രം. ഓക്കെ, നിലവിൽ വന്നേക്കുന്നതിനേക്കാൾ ഏകദേശം 4000-ലധികം വേക്കൻസിയോളം താഴെയാണ് കഴിഞ്ഞ വർഷം ഈ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് വന്നത്. 1/2024 എന്ന് പറയുന്ന കഴിഞ്ഞ വർഷത്തെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ വെറും 5696 വേക്കൻസി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ പിന്നീട് ആ വേക്കൻസി എന്ത് ചെയ്തതാ? 18799 വേക്കൻസി ആയിട്ട് കൂടി. അവിടെ ഏകദേശം 13000 വേക്കൻസികളോളം വീണ്ടും എന്ത് ചെയ്തടാ? കൂടിയിട്ടുണ്ട്. അതായത് കഴിഞ്ഞ വർഷം ALP വരുന്ന സമയത്ത് 5600 വേക്കൻസി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ ആ വേക്കൻസി പിന്നീട് എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്ത് 18799 വേക്കൻസി എന്ത് ചെയ്തു? റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ നമുക്ക് വന്നിട്ടുള്ളതറിയാം. ആദ്യം 9900 വേക്കൻസി മാത്രമായിരുന്നു റിപ്പോർട്ടായത് ആദ്യം വന്നത്. അതായത് ഒരു നോട്ടീസ് വരുമ്പോൾ അതിൽ 9900 വേക്കൻസി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ നോട്ടിഫിക്കേഷൻ വന്നപ്പോഴോ അതിൽ 9970 വേക്കൻസികളാണ് എന്ത് ചെയ്തത്? റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ വേക്കൻസി എന്ത് ചെയ്തു? കൂടി. 9900 നിന്ന് 9970 വേക്കൻസികളായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? കൂടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ അല്ലേ? ഇനിയും എന്താണ് ഇത് കൂടാൻ സാധ്യതയുണ്ട്. കാരണം 5600 വേക്കൻസിയിൽ നിന്ന് 13000 വേക്കൻസികൾ കൂടി 18000 ആയെങ്കിൽ ഇവിടെ 9900 വേക്കൻസി നിലവിൽ 9970 ആയി. ഇനിയും എന്താണ്? കൂടാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതിനുശേഷം നമ്മൾ ടെക്നീഷ്യൻ്റെതാണ് പരിശോധിക്കുന്നതെങ്കിൽ ടെക്നീഷ്യൻ എന്ത് ചെയ്തിട്ടുണ്ട്? ആദ്യം ഇട്ട നോട്ടിഫിക്കേഷനേക്കാൾ പിന്നീട് വേക്കൻസി കൂട്ടി. ജെയ്ക്കാണെങ്കിലും അതേപോലെ തന്നെ ആദ്യം ഇട്ടതിനേക്കാൾ പിന്നീട് എന്ത് ചെയ്തു? വേക്കൻസി ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി വരാനിരിക്കുന്ന ഈ ALP എക്സാമിലും വേക്കൻസി കൂടാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ആരും ഇത് വേക്കൻസി കുറഞ്ഞു പോയി, കഴിഞ്ഞ തവണ 18000 ഉണ്ടായിരുന്നതിന് പകുതി മാത്രം വേക്കൻസി ഇപ്പോഴുള്ളൂ എന്ന് ആശങ്കപ്പെടേണ്ട. ഇനിയും വേക്കൻസി കൂടാനായിട്ടുള്ള സാധ്യതയുണ്ട്. നിങ്ങളിപ്പോൾ എല്ലാവരും അപ്ലൈ ചെയ്യുക. ആരെങ്കിലും അപ്ലൈ ചെയ്യാനായിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ എല്ലാവരും അപ്ലൈ ചെയ്യുക. അതിനുശേഷം അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യേണ്ടത്. വേക്കൻസി നിലവിലുള്ളതിനേക്കാൾ കൂടാനായിട്ടുള്ള എല്ലാ സാഹചര്യവും ഉണ്ട്. കഴിഞ്ഞ വർഷം അത്തരത്തിലൊരു ഇൻക്രീസ് വേക്കൻസിയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പ്രസക്തമായ കാര്യം. ഓക്കെ അല്ലേ? അപ്പൊ 5000 നിന്ന് 18000 ആയെങ്കിൽ ഇവിടെ 9000 നിന്ന് ഒരു ഇൻക്രീസ് വേക്കൻസിയിൽ മുന്നോട്ട് വരുമ്പോൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക? പഠിച്ചു തുടങ്ങാം. ഈ ഒരു വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യും, അല്ലെങ്കിൽ ഈ ഒരു ALPയിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ 10th പ്ലസ് ITI ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ITIക്ക് മുകളിലോട്ടുള്ളവർക്ക് കേട്ടോ അപ്ലൈ ചെയ്യാൻ പറ്റും. സിവിലൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ നമ്മുടെ എന്താണ് ക്വാളിഫിക്കേഷൻ എന്നതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇലക്ട്രിക്കലും അതേപോലെ തന്നെ മെക്കാനിക്കലും ഒക്കെയുള്ള ആളുകൾക്കാണ് ഈ ഒരു എക്സാമിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. കുറച്ച് ട്രേഡുകൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ആ ട്രേഡുകളുടെ കാര്യവുമായി ബന്ധപ്പെട്ട വീഡിയോ നമ്മൾ എന്ത് ചെയ്യും? പുറകെ തന്നെ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ 10th പ്ലസ് ITI മിനിമം ഉള്ള ആളുകൾക്കെല്ലാം എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. നിലവിൽ 9970 വേക്കൻസികളാണ് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റിലേക്ക് ഉള്ളത് എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കാം. ഇനിയും വേക്കൻസി ഇൻക്രീസ് ചെയ്യാനാണ് സാധ്യത. ഓക്കെ, 19900 ഇനിഷ്യൽ പേ വരുന്ന A1 മെഡിക്കൽ സ്റ്റാൻഡേർഡ് വരുന്ന 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇതിന്റെ അടിപൊളി ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 1999 രൂപയാണ് ഈ ഒരു ബാച്ചിന്റെ ഫീസ്. ALPയുടെ CBT 1 അതേപോലെ തന്നെ ഒരു ടെസ്റ്റ് പാക്കും അടങ്ങുന്ന ഒരു ബാച്ചാണ്. നിങ്ങൾക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലും ഈ ഒരു ബാച്ചിൽ എന്ത് ചെയ്യാൻ പറ്റും? ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതായത് ഇംഗ്ലീഷിലാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ ഇംഗ്ലീഷിലുള്ള ക്ലാസ്സുകളുണ്ട്. മലയാളത്തിൽ ആണ് എഴുതുന്നതെങ്കിൽ മലയാളത്തിലുമുള്ള ക്ലാസ്സുകളുണ്ട്. 200+ അവേഴ്സിന്റെ റെക്കോർഡഡ് സെഷൻസ് ഉണ്ട്. എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ ലൈവ് റെക്കോർഡിങ്സ്, ലൈവ് ക്ലാസ്സുകൾ, അതായത് ലൈവായിട്ട് തന്നെ അധ്യാപകർ നിങ്ങൾക്ക് എങ്ങനെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാമെന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരും. പ്രിന്റ് ചെയ്യാൻ കഴിയുന്ന PDF നോട്ടുകൾ ഉണ്ടാവും. ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള പ്രാക്ടീസ് ടെസ്റ്റുകൾ ഉണ്ടാവും. PYQ ബേസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റുകൾ ഉണ്ടാകും.
മോട്ടിവേഷണൽ സെഷനുകൾ, മെന്റർഷിപ്പ്, ടെലഗ്രാം സപ്പോർട്ട്, അങ്ങനെ എല്ലാം ആയിട്ടുള്ള ഒരു അടിപൊളി ബാച്ച് ആയിരിക്കും RRB ALPയുടെ ഈ ഒരു ബാച്ച്. ദെൻ ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 8281223366 എന്ന് പറയുന്ന നമ്പറിലേക്ക് ബന്ധപ്പെട്ടാൽ മതി. അവർ A to Z കാര്യങ്ങൾ പറഞ്ഞു തന്ന് നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരെയും ഈ ഒരു ബാച്ചിലേക്ക് ക്ഷണിക്കുകയാണ്. അടിപൊളിയായിട്ട് പഠിക്കാൻ. നമ്മുടെ ഈ ഒരു ബാച്ചിന്റെ പ്രത്യേകതയാണ് ഇവിടെ മൈക്രോ നോട്ട്സ് കൂടെ കിട്ടുകയാണ്. ദെൻ ഈ മൈക്രോ നോട്ട്സിലൂടെ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് റിവിഷൻ ചെയ്യാനായിട്ടുള്ള സ്കോപ്പും എന്തുണ്ട് ഈ ഒരു ബാച്ചിന്റെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരെയും ഈ ഒരു ബാച്ചിലേക്ക് ക്ഷണിക്കുന്നു. താങ്ക് യു സോ മച്ച്.